ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് റജബ് 27 മെഹ്റാജിൻ്റെ നോമ്പാണ്. അപ്പോൾ നോമ്പ് നോക്കാൻ എണീച്ചാണ്. ഇപ്പോൾ സമയം 5 മണിയാവാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഏതുവരെ ഈ വീഡിയോ പോകുന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പം ഏത് വെച്ചാണ് കഴിക്കാം. ഒരു കത്തിയിട്ട് പീസാക്കും. തൊട്ട് ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം നെക്സ്റ്റ് ചായയാണ്. ഞാൻ ചായ ഇപ്പം ആക്ച്വലി കുടിക്കാറില്ല, ചായക്ക് നിർത്തിയതാണ്. പിന്നെ ഉമ്മിപ്പോൾ ആക്കി വെച്ചതുകൊണ്ട് കുടിക്കുന്നു മാത്രം. ചായ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ വല്ലപ്പോഴും ചിലപ്പോൾ ഷെൻസൊക്കെ കുടിച്ച ബാക്കി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് കുടിക്കാറുണ്ട്. അല്ലാണ്ട് ചായ ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ സമയം 5:23, 5:30 കഴിഞ്ഞ പാട് ബാങ്ക് കൊടുക്കും. ബാങ്ക് എൻ്റെ ഉപ്പാണ് കൊടുക്കാറ്. അധികം ഉപ്പ ഞാൻ കൊടുക്കൽ. ചില സമയത്ത് ആരായാലും ഉസ്താദോ ആരായാലും കൊടുക്കും. ഉപ്പ പള്ളിയിൽ പോയിട്ടുണ്ട്, ഉപ്പാണ് കൊടുക്കുന്നതിന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഷെൻജുവിൻ്റെ ക്ലാസ്സിൻ്റെ അസംബ്ലി ആയിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ടീച്ചർ ഇപ്പം അപ്ലോഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഞാൻ കാണുന്നതേ ഇല്ലു. അപ്പം നിങ്ങൾക്ക് ആർക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരുടെ അസംബ്ലി ഞാൻ ആദ്യമായിട്ടാണ് ഷെൻജുവിൻ്റെ അസംബ്ലി കാണാൻ പോകുന്നത്. ഷെൻജുവിന് അതിൻ്റെ ഓരോ കുട്ടികൾക്കും ഓരോ സബ്ജക്റ്റാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഷെൻജുവിനുണ്ടായതോടെ ഈ കിഡ്സ് ഫെസ്റ്റ് ഉണ്ടായ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഓക്കെ സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായത്. ഇത് പ്രത്യേകിച്ച് എക്സ്ട്രാ വേറെ പഠിപ്പിക്കാനൊന്നും വന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ അപ്പം അസംബ്ലിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം കാണാൻ താല്പര്യമുള്ളൂ, കുഞ്ഞുമക്കളുടെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ പ്ലീസ് മസ്റ്റ് വാച്ച് ചെയ്യാത്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണാം. പിന്നെ ഇന്നലെ രാത്രി ഒന്നും ശരിക്കും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. എന്താ നോമ്പായതുകൊണ്ടോ എന്നറിയില്ല. ഇന്നലെ ഞാനിപ്പോൾ താഴത്തെ റൂമിലാണ് കിടക്കുന്നത്. ശരിക്കും നമ്മൾ റൂം മുകളിലാണ്, ഇപ്പോൾ താഴത്തെ റൂമിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ മെയിൻ ഫാൻ കൂടാതെ സൈഡ് ഫാനും കൂടി ഇടും. അപ്പോൾ ആ സൈഡ് ഫാന് എത്ര നാൾ ഒറ്റ ദിശയിലാണ് കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെ സ്വിച്ച് ഓൺ ചെയ്തപ്പം ഈ ഫാന് എല്ലാ ഭാഗത്തും കറങ്ങുന്ന രീതിയിലും അതുപോലെ തന്നെ അങ്ങനെ ഒരു ദിശയിൽ മാത്രം കറങ്ങുന്ന രീതിയിലാക്കാൻ പറ്റില്ല. സൈഡ് ഫാൻ എന്ന് വെച്ചാൽ വാൾ ഫാൻ അല്ല കേട്ടോ, ടേബിൾ ഫാൻ. അപ്പോൾ അതങ്ങനെ ഇന്നലെ സ്വിച്ച് ഇട്ടപ്പം എല്ലാ ദിശയിലും കറങ്ങുന്ന രീതിയിലാണ് ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു.
പിന്നെ ഒരു പാതിരായപ്പം ഭയങ്കര സൗണ്ട് അതിന്. സൗണ്ട് കേട്ടിട്ടാണോ ഉറങ്ങാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് നായ വറക്കുന്ന പോലത്തെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. ആ ഫാന് സൈഡിലേക്ക് പോകുമ്പോൾ എന്തോ കാറ്റടിച്ചിട്ട് കാറ്റ് കൊണ്ടിട്ടാണ് അങ്ങനെ പെട്ടെന്നൊരു നായ ഒച്ചയിടുന്ന പോലത്തെ സൗണ്ടൊക്കെ. അപ്പോൾ അത് കേട്ട് ഞാൻ ശരിക്കും നായ്ക്ക് ഉറക്കുന്നതാണ് എന്താണ്. അപ്പം എന്തെങ്കിലും കേട്ടാൽ നമ്മൾ പിന്നെ അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കുറേ ചിന്തിച്ച് അങ്ങനെ ഉറക്കിട്ടാണ്ടായി, ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പം ഞാൻ ടൈമും നോക്കിയിട്ടുണ്ടായിട്ടില്ല. ടൈം നോക്കിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, അത്താഴത്തിന് എണീക്കാനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബേജാറും, അയ്യോ ഉറങ്ങാൻ സമയമില്ലല്ലോ എണീക്കാനായല്ലോ എന്നിട്ട് ബേജാറും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത വരുത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എന്നാൽ നോമ്പിന് മാത്രമല്ല, ഇപ്പോൾ രാവിലെ ആയാലും ഇപ്പോൾ ചന്ദ്രന് സ്കൂളിൽ അയക്കുമ്പം ആ ഒരു ടൈം ആകുമ്പം വിചാരിക്കും, അല്ലാ സമയമായ എനിക്ക് ഉറങ്ങാത്തുള്ള സമയം പറയാണ്ട് നെട്ടിപ്പോകാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചന്ദ്രൻ സ്കൂൾ അയക്കുന്ന ടൈമുണ്ടല്ലോ, സ്കൂൾ വിടുന്ന ദിവസങ്ങളിൽ രാവിലെ ഉറക്കുന്നത് എണീക്കാനേ പറ്റില്ല, ഭയങ്കര ഉറക്കമാണ്. പക്ഷേ നേരെ മറിച്ച് ഓളെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കറക്റ്റ് ടൈം ആകുമ്പം എനിക്ക് ഉറക്കം പോകും. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞ സാധനം കണ്ണുപൂട്ടി കിടന്നാലും അങ്ങനൊരു സംഭവം വരില്ല. പക്ഷെ സ്കൂളിലെ ദിവസം അത് ഞാനും അങ്ങനെയാണ്, ഷെൻസും അങ്ങനെയാണ് കേട്ടോ. ഷെൻസും സ്കൂളില്ലാത്ത ദിവസം നേരത്തെ എണീച്ച് നല്ല ആക്റ്റീവായിരിക്കും. സ്കൂളിലെ ദിവസം ആ എണീക്കുന്ന സമയത്ത് കുറച്ചൊരു കളി കളിക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭൂരിപക്ഷം എല്ലാ ഉമ്മമാരും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സ്കൂളിലെ ദിവസം നമുക്ക് പ്രത്യേക ഒരു ഉറക്കമാണ്, എണീക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. മറ്റുള്ള ദിവസം ഇപ്പോഴേ എണീക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നേരത്തെ എണീക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. അപ്പം ഇങ്ങനെ എണീക്കുന്നതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ രാവിലെ എണീക്കുന്ന ആളായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഭയങ്കര അതിരാവിലെ എണീക്കുന്ന ആൾ. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഉറക്കൊന്നും ഉണ്ടാവാറില്ല. ചിലപ്പം രാവിലെ ഉറക്കൊക്കെ പോയിട്ടുണ്ടാവും, എന്നാലും വെറുതെ അവിടെ കണ്ണും പൂട്ടി ഇങ്ങനെ കിടക്കും. വെറുതെ കിടന്നല്ലോ എന്നുള്ളൊരു സമാധാനത്തിന് വേണ്ടി. സത്യം പറഞ്ഞാൽ അങ്ങനെ ഉറക്കൊന്നും വരാറില്ല. ഇപ്പം രാവിലെ ഉറക്കൊക്കെ പോയിട്ടുണ്ടാവും, വെറുതെ കണ്ണും പൂട്ടിയിട്ട് ഇങ്ങനെ ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കിടക്കും എന്ന് മാത്രം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഥ. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഷോർട്സാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എപ്പം വല്ലപ്പോഴും ഇടൽ. പിന്നെന്താണ്, കണ്ടൻറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഇടാത്തത്. പിന്നെ എന്താണ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ നോമ്പ് തന്നെ കിട്ടിയിട്ട് കണ്ടൻറ്റ് ആക്കിയിട്ട് ഇടാമെന്ന്. അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്താ പറയുക, അങ്ങനെ നോമ്പായതുകൊണ്ട് നോമ്പൊരു കണ്ടൻറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതല്ല കേട്ടോ. എനിക്ക് പറയാനും കാണിക്കാനും എന്തെങ്കിലും വേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ഷെൻസിന് സ്കൂൾ അയക്കുന്ന ടൈം ഒന്നും എടുക്കാൻ ടൈം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ എടുക്കാം, കാരണം ആ സമയത്ത് ഓട്ടമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഓട്ടമായിരിക്കും. ഓട്ടം എന്ന് വെച്ചാൽ ഫുഡൊക്കെ ഉമ്മ റെഡിയാക്കും. ഞാൻ വെച്ചാൽ എണീച്ച് കഴിഞ്ഞാൽ എന്താക്കും, ആദ്യം ഷെൻജുവിനെ ജസ്റ്റ് വിളിക്കും, ഒന്ന് ഉറക്ക തെളിയാൻ ജസ്റ്റ് ഒന്ന് വിളിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവളെ ടിഫിനിൽ ഫുഡ് വെക്കും, സ്നാക്സ് ബോക്സിൽ സ്നാക്സ് വെക്കും. ഫുഡൊക്കെ റെഡി ആയിരിക്കും കേട്ടോ. നേരം ഉമ്മ റെഡി ആക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് മാഷാഅല്ലാഹ് അങ്ങനെ ഫുഡാക്കാൻ ഇത് ഇല്ല സത്യം പറഞ്ഞാൽ. ഓക്കെ. അപ്പം അങ്ങനെയാണ് അതൊക്കെ സെറ്റാക്കിയിട്ട് യൂണിഫോമൊക്കെ ഇസ്തിരിയിട്ട് ഒക്കെ ചെയ്തിട്ട് ഒരു വിളിക്കും. അങ്ങനെ ഓളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചടപടായിരിക്കും. ബാക്കി ഓളോട് ഞാൻ ഫസ്റ്റ് കുളിക്കാൻ പറയും. പക്ഷെ ഓള് കേൾക്കില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടേ കുളിക്കുന്ന പറയും. കുളിച്ച് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാമല്ലോ, പക്ഷെ കേൾക്കില്ല. ഓളോട് ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഞാൻ കുളിക്കൂല എന്നിട്ട് അങ്ങനെ ബ്രഷ് ചെയ്ത് ഫുഡ് കൊടുത്ത് ഇപ്പം ഞാൻ വായിലിട്ട് കൊടുക്കണം. ചില സമയത്ത് ഓളെന്നെ കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഉമ്മ ഇരുന്നിട്ട് വായിലിട്ടാന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ വായിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ
ഉമ്മ ഇടയ്ക്ക് വന്ന് വയലിട്ട് കൊടുക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉമ്മ ഇടയ്ക്ക് വയലിട്ട് കൊടുക്കും, ഞാൻ അടുത്ത് വരുമ്പോൾ ഞാൻ വയലിട്ട് കൊടുക്കും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേഗം കുളിപ്പിക്കും. ഞാൻ കുളിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുളിപ്പിച്ച് തീർക്കും. ഓളെ കുളിപ്പിക്കാനാക്കി ഓള് കുറേ ടൈം കഴിയും ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഭയങ്കര സിഫത്തിൽ കുളിച്ച് ഞാനാണെങ്കിൽ പെട്ടെന്ന് കുളിപ്പിക്കും. പക്ഷെ അവള് നല്ല സമാധാനത്തിൽ കുളിക്കുക. എത്ര പറഞ്ഞാലും അവന് വേഗം ഈ ബസ് വരാനായി എന്ത് പറഞ്ഞാലും ഓള് മെല്ലെ കുളിച്ചിട്ട് കഴിയും. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ബാങ്ക് കൊടുത്തതിന് ഉപ്പല്ലാട്ട ബാങ്ക് കൊടുത്ത്, ഉസ്താദാണ് ബാങ്ക് കൊടുത്തത്. സാധാരണ ഉപ്പാണ് കൊടുക്കുക, അപ്പോൾ ഉസ്താദ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഉപ്പ ബാങ്ക് കൊടുക്കുന്നത് കേൾപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ പോയതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഉസ്താദാണ് ബാങ്ക് കൊടുത്തേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്കെച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഓൺ വോയിസ് ആയിട്ട് ഉണ്ടാവില്ലായിരിക്കും. ഞാൻ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്താൽ അതിന് ഓൺ വോയിസ് മുറിച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ചെയ്യും. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അറിയാലോ നമ്മൾ സംസാരിക്കാൻ ദാഹിക്കും. അപ്പം ഇത് നോമ്പ് എങ്ങനെയെങ്കിലും ഫുൾ എടുക്കണമെന്നുണ്ട് ഇൻഷാ അല്ലാ. സോ എന്താണ് അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല ഇനി. അപ്പം ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഓൺ വോയിസ് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി എന്തെങ്കിലും സ്കൂൾ അയക്കുന്ന ടൈമെന്നൊക്കെ തോന്നുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല. പിന്നെ അതുപോലെ ഇന്ന് ഉച്ചവരെ സ്കൂളില്ലും ഷെൻജുവിന് ലഞ്ച് കൊടുക്കണം എന്ന് പറഞ്ഞില്ല. കാരണം അവർക്ക് LKG സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർക്ക് കുറച്ച് നേരത്തെയാണ് ഫുഡ് കൊടുക്കണം. പക്ഷേ ഷെൻജുവിന് ലഞ്ച് കൊണ്ടുപോകാൻ ഇഷ്ടമേ അല്ല. ഓക്കെ, അപ്പം അവള് ഞാൻ പറഞ്ഞു ഓക്കെ സ്നാക്സ് മാത്രം തരാം. പക്ഷെ എന്നാലും എനിക്കൊരു പേടിയാണ്. ഇവളും അങ്ങനെ പറഞ്ഞാലും ബാക്കിയുള്ള കുട്ടികൾ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു എനക്കും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ച് പോയെങ്കിലോ എന്ന് പേടിയാണ് കൊടുത്ത് വിട്ടിട്ടില്ലെങ്കിൽ. പക്ഷെ ഓള് നമുക്ക് ടിഫിനിൽ സ്നാക്സ് തന്നെ ഇട്ടാൽ മതി, ഞങ്ങൾക്ക് ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുക 2 മണിയൊക്കെ ആവും. സ്കൂളിൽ നിന്ന് എല്ലാം നേരത്തെ ആണല്ലോ. ഇപ്പോൾ കത്രടയ്ക്ക് പോയി ഒരു 11 മണി കഴിഞ്ഞ ശേഷം അപ്പോൾ സ്നാക്സ് കഴിച്ച് ഒരു 12 ആകുമ്പോൾ ഫുഡ് കഴിച്ച്. അപ്പോൾ കുഞ്ഞോളെ വയറാണ്. അപ്പം അവർ സ്കൂളിലത്തെ കുട്ടികളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന റൊട്ടീനും സ്കൂളിലെത്തിയിട്ടുള്ള ഇതും അവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അംഗനവാടി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇവിടുന്ന് കഴിച്ചിട്ട് പോയാലും എന്താണ് അവിടുന്ന് മുട്ടയൊക്കെ കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ കഞ്ഞി കുടിക്കാനായി പിള്ളേർ. പക്ഷേ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് കൊടുത്താൽ പിള്ളേർക്ക് കഴിക്കാൻ വയറ്റിൽ സ്ഥലം വേണ്ട പിള്ളേർക്ക്. അപ്പോൾ ഓള് പറയും, മോള് പറഞ്ഞ ഉമ്മക്ക് ലഞ്ച് നാളെ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു ലഞ്ച് തരണ്ട, സ്നാക്സ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം ഇൻഷാ അല്ലാ സ്നാക്സ് മാത്രം കൊടുക്കാം. വന്നിട്ട് കഴിക്കാൻ ഉച്ചയ്ക്ക് എന്തായാലും എത്തും. അപ്പോൾ പിന്നെ വന്നിട്ട് ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രശ്നമില്ല. പക്ഷെ അതാ എനിക്ക് പേടി. ബാക്കിയുള്ളവരൊക്കെ കഴിക്കുന്ന കാണുമ്പം ചിലപ്പോൾ ആ സമയത്ത് തോന്നും എനിക്കും തിന്നാൻ നല്ലതാണ്. അതൊരു പേടി, അതൊരു ചിന്തയുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഇന്നത്തെ കഥകൾ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി വയ്യ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പം മുംബൈ കാണാം. ടാറ്റ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഷെൻജു കൂട്ടിയതാ സ്കൂളിൽ പോയി. ഇക്കാരോടെ പോയിന്, ബസ് മിസ്സായി. പിന്നെ വേറെ എന്താണ്, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. ഇപ്പോൾ ഉച്ചയാകുമ്പോൾ ഇപ്പം തന്നെ തിരിച്ച് വരാനായി. അതിനാകെ എത്ര ടൈമുള്ളൂ. സ്നാക്സും ലഞ്ചെല്ലാം ഒരേപോലെയാണ് കൊടുത്തത്, കണ്ടിട്ടുണ്ടാവുമല്ലോ. എണ്ണോക്ക് ലഞ്ച് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു സ്നാക്സ് ബോക്സിൽ തന്നെ ഇട്ടുതരാം. സ്നാക്സ് ടൈം കുറച്ച് കഴിച്ചോ, ഉച്ചക്ക് കുറച്ച് കഴിച്ചോ. ഇല്ല അങ്ങനെ വേണ്ട മാമ് പറയും എന്ന് പറഞ്ഞിട്ട് ലഞ്ച് ബോക്സിലൊക്കെ വേറെ കുറച്ചാക്കി കൊടുത്ത്, സ്നാക്സ് ബോക്സിൽ കുറച്ചാക്കി കൊടുത്ത്. അതൊന്നും കഴിക്കാനൊന്നും പോകുന്നില്ല, ബാക്കി കൊണ്ടിരുന്ന് തിരിച്ച്. പിന്നെ ഏതായാലും ഉച്ചക്ക് വരുമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ രാവിലത്തെ ചടങ്ങുകൾ. പക്ഷേ ഷെൻജു പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓർമ്മയൊന്നും ഉണ്ടായിട്ടില്ല. ആ സ്നാക്സ് ബോക്സ് തന്നെ പെട്ടെന്ന് ഓർമ്മ വന്നാൽ ജസ്റ്റ് എടുത്തതാണ് ഒരു ക്ലിപ്പ്. അല്ലാണ്ട് വീഡിയോ എടുക്കേണ്ട ചിന്തയില്ല. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലല്ലോ വിചാരിച്ചത്. കാരണം ഒന്നാമത് ലേറ്റായി, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഓർമ്മയേ ഉണ്ടായിട്ട്.
അങ്ങനെയാണ് ഇന്നത്തെ രാവിലെ കഴിഞ്ഞത് ഇപ്പം. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് സ്കൂളിൽ വരുന്ന ടൈം എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ടൈം ഇൻഷാ അല്ലാഹ് കാണിക്കാം. ഓക്കെ, ടാറ്റാ. ഇതാണ് ഗ്ലൂക്കോസ് പൊടി, ഇതാണ് മസാല. അപ്പോൾ ഗായ്സ് അങ്ങനെ അപ്പന് പഠിക്കാനുള്ളൂ. ലൈം ജ്യൂസ് നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിന്, ഉച്ചക്കേ ആക്കി. അപ്പം ബത്തക്കയും കൂടി ആക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. അപ്പം അതിൻ്റെ കാണിച്ചു. അപ്പോൾ ഗായ്സ് ഏകദേശം ഇപ്പം സമയം 6:20 ആകാൻ പോകുന്നു. അപ്പം അങ്ങനെ മാഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആകാൻ വേണ്ടി പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ റമളാൻ സ്ഥിരമായിട്ട് നോക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഫസ്റ്റത്തെ നോമ്പ് ഒരു കുഴപ്പമുണ്ടാവും. പക്ഷെ നമ്മൾ എടുക്കാണ്ട് ഒരു ദിവസം മാത്രം ഇങ്ങനെ എടുക്കുമ്പോൾ പ്രത്യേക ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് വെച്ചാൽ ഞാനിപ്പം കൂടുതൽ വെള്ളവും ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്നും കഴിക്കാതായപ്പം ചെറിയൊരു അസ്വസ്ഥത. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ പോയത്. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാം, എന്നെ നോമ്പ് നോറ്റവർ. അപ്പം ഇതുവരെ എൻ്റെ വ്ളോഗ് ആരും കാണുമെന്ന് എനിക്കറിയില്ല, എന്നാലും വെറുതെ പറഞ്ഞെന്ന് മാത്രം. വീഡിയോ നമ്മൾ എന്തെങ്കിലും പറയണ്ടേ. അപ്പം നമ്മുടെ ഇന്നത്തെ പലഹാരം, അതായത് സ്നാക്ക് എന്ന് പറയുന്നത് കരിയപ്പാണ്. കരിയപ്പം എന്ന് വെച്ചാൽ മൈ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ കരിയപ്പം. എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും കരിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും വേറൊരപ്പത്തിനും എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല കേട്ടോ. കരിയപ്പാണ് മോസ്റ്റ് ഫേവറേറ്റ് സ്നാക്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ മറ്റൊന്നും ഇഷ്ടമല്ല എന്നല്ല, ബാക്കിയെല്ലാം കഴിക്കും. പക്ഷേ ഇപ്പം എന്തൊക്കെ അപ്പങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും കരിയപ്പം ഉണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ ഞാൻ കഴിക്കുക കരിയപ്പായിരിക്കും. ഞാൻ പണ്ടെല്ലാം കുറേ വീഡിയോസ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഗായ്സ് അങ്ങനെ നമ്മൾ ഇന്നത്തെ നോമ്പുരയൊക്കെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് പറയേണ്ടത്, വേറൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ വൈകിട്ടപ്പോഴാണ്, ഇനി ബാക്കിയൊന്നും രാത്രിയൊന്നും ഇല്ല. രാത്രിയായി വൈകി ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കൂല. രാത്രി ഫുഡില്ല, ഇതാണ് ഫുഡ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ബൈ.